RSS ശതാബ്ദി പരിപാടികൾക്ക് വിജയദശമിയോടെ തുടക്കമാകും. വിജയദശമി ദിനമായ ഒക്ടോബർ 2 രാവിലെ 7:40 നാഗ്പൂരിലെ രേഷിംബാഗ് മൈതാനത്ത് ചേരുന്ന പൊതുപരിപാടിയിൽ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വിശിഷ്ടാതിഥിയാകുമെന്ന് RSS അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേദ്കർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സർ സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് വിജയദശമി സന്ദേശം നൽകും. അതിഥികളായി രാജ്യത്തിനകത്തും പുറത്തുമുള്ള നിരവധി പ്രമുഖർ വിജയദശമി മഹോത്സവത്തിൽ പങ്കെടുക്കും. ഘാന, ദക്ഷിണാഫ്രിക്ക, ഇന്തോനേഷ്യ, തായ്ലൻഡ്, UK, USA തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ എത്തും. റിട്ടയർഡ് ലഫ്റ്റനന്റ് ജനറൽ റാണ പ്രതാപ് കലിത, ഡക്കാൻ ഇൻഡസ്ട്രീസ് MD KV കാർത്തിക്, ബജാജ് ഫിൻസർവ് ചെയർമാൻ സഞ്ജീവ് ബജാജ് തുടങ്ങിയവരും പങ്കെടുക്കും. 100 വർഷത്തെ പ്രവർത്തനത്തിലൂടെ സംഘം ജനഹൃദയങ്ങളുടെ ഭാഗമായി തീർന്നിട്ടുണ്ടെന്ന് സുനിൽ അംബേദ്കർ പറഞ്ഞു. വ്യക്തി നിർമ്മാണത്തിൽ ഊന്നിയാണ് ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാർ ശാഖാ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. ഇന്ന് രാജ്യമൊട്ടാകെ സംഘശാഖകൾ വ്യാപിച്ചു. നാഗ്പൂരിൽ ഡോക്ടർ ജിയുടെ വീട്ടിൽ സംഘത്തിന് തുടക്കം കുറിച്ചു ചേർന്ന ആദ്യ യോഗത്തിൽ 17 പേരാണ് പങ്കെടുത്തത്. അവിടെ നിന്ന് ആരംഭിച്ച പ്രവർത്തനം ഇന്ന് സമൂഹത്തിന്റെ പിന്തുണയും പ്രവർത്തകരുടെ പരിശ്രമവും കൊണ്ട് വിശാല രൂപം കൈവരിച്ചുവെന്ന് സുനിൽ അംബേദ്കർ ചൂണ്ടിക്കാട്ടി. 1926 ഏപ്രിൽ 17 ചേർന്ന യോഗത്തിലാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന പേര് സ്വീകരിച്ചത്. 1926 മെയ് 28 മഹലിലെ മോഹിതാബാഡയിൽ ആദ്യ ശാഖ നടന്നു. ഇന്ന് രാജ്യത്താകെ 83,000-ലധികം ശാഖകളും 32,000-ലധികം പ്രതിവാര പ്രവർത്തനങ്ങളുമുണ്ട്. 1926 പൂർണ്ണ ഗണവേഷത്തിലുള്ള ആദ്യ പദസഞ്ചലനം നടന്നത്. അത് മോഹിതേബാഡയിൽ നിന്ന് ആരംഭിച്ച് ഹനുമാൻ നഗറിലെ രാജാബക്ഷ ക്ഷേത്രത്തിലേക്കായിരുന്നു. ആദ്യകാലത്ത് വിജയദശമി ഉത്സവം നടന്നിരുന്നത് മോഹിതേബാഡയിലായിരുന്നു. പിന്നീട് യശ്വന്ത് സ്റ്റേഡിയത്തിലും അതിനുശേഷം കസ്തൂരി ചന്ദ് പാർക്കിലുമായി. 1995 മുതൽ രേഷിംബാഗാണ് വിജയദശമി ഉത്സവത്തിന് വേദിയാകുന്നത്. 2026 വിജയദശമി വരെയാണ് ശതാബ്ദി പരിപാടികൾ. സമാജ പരിവർത്തനം ലക്ഷ്യമിട്ട് കുടുംബ മൂല്യങ്ങളുടെ സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം, സാമാജിക സമരസത, സ്വദേശി പൗരബോധം എന്നീ 5 വിഷയങ്ങളിൽ ജനജാഗരണം നടത്തും. വ്യാപകമായി ഗൃഹസമ്പർക്കം, ഹിന്ദു സമ്മേളനങ്ങൾ, പ്രബുദ്ധ പൗരപ്രമുഖ സമ്മേളനങ്ങൾ, സദ്ഭാവനാ യോഗങ്ങൾ, യുവാക്കളുടെ ഒത്തുചേരലുകൾ എന്നിവയാണ് മറ്റ് ശതാബ്ദി കാര്യക്രമങ്ങളെന്ന് സുനിൽ അംബേദ്കർ പറഞ്ഞു. വിദർഭ പ്രാന്ത സംഘചാലക് ദീപക് താംഷേട്ടിവാർ, നാഗ്പൂർ മഹാനഗർ സംഘചാലക് രാജേഷ് ലോയ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നാഗ്പൂരിൽ വിജയദശമി പഥസഞ്ചലനം സെപ്റ്റംബർ 27 നടക്കുമെന്ന് അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേദ്കർ അറിയിച്ചു. 3 കേന്ദ്രങ്ങളിൽ നിന്ന് ഒരേ സമയം പഥസഞ്ചലനം ആരംഭിക്കും. കസ്തൂരി ചന്ദ് പാർക്ക്, യശ്വന്ത് സ്റ്റേഡിയം, അമരാവതി റോഡിലെ ഹോക്കി ഗ്രൗണ്ട് എന്നിവിടങ്ങളിൽ നിന്ന് തുടങ്ങുന്ന സഞ്ചലനങ്ങൾ രാത്രി 7:45 സീതാബർഡിയിലെ വൈരായതി ചൗക്കിൽ സംഗമിക്കും. അവിടെ മഹാത്മാഗാന്ധി പ്രതിമയ്ക്ക് സമീപം സർ സംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് പഥസഞ്ചലനം വീക്ഷിക്കും. ബാല ശിശു സ്വയം സേവകരുടെ പരിപാടി സെപ്റ്റംബർ 28, ഒക്ടോബർ 5 തീയതികളിൽ നടക്കുമെന്നും സുനിൽ അംബേദ്കർ അറിയിച്ചു. സംഘശതാബ്ദിയുടെ ഭാഗമായി സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് പങ്കെടുക്കുന്ന സംവാദ സത്രങ്ങൾ രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. ഈ പരമ്പരയിലെ ആദ്യ സത്രം ഓഗസ്റ്റ് 26 മുതൽ 28 വരെ ഡൽഹി വിജ്ഞാൻ ഭവനിൽ നടന്നു. നവംബർ 7, 8 തീയതികളിൽ ബംഗളൂരുവിലും ഡിസംബർ 12 കൊൽക്കത്തയിലും 2026 ഫെബ്രുവരി 7, 8 തീയതികളിൽ മുംബൈ നഗരത്തിലുമാണ് പരിപാടികൾ. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.